പതിവില്ലാതെ വീട്ടിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയതോടെയാണ് വയനാട് അമ്പുകുത്തി ഗോവിന്ദമൂലയിലെ പാഴൂർ വീട്ടിൽ മോഹനനും ഭാര്യ വിലാസിനിയും കാര്യം തിരക്കുന്നത്. എന്നാൽ വന്ന ആരും തന്നെ ഒരക്ഷരം മിണ്ടുന്നുമില്ല. അതോടെ രണ്ടുപേരും പരിഭ്രാന്തരായി. നിമിഷനേരം കൊണ്ട് തന്നെ ആ വീട്ടുമുറ്റം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ ബന്ധുക്കളിൽ ഒരാൾ വന്ന് വിവരമറിയിച്ചതോടെ ആ വീട് കൂട്ടക്കരച്ചിലുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സന്തോഷത്തോടെ വീട് വിട്ടുപോയവർ ഇനി ഒരിക്കലും തിരിച്ചുവരില്ലെന്നറിഞ്ഞ് നെഞ്ചുപൊട്ടിക്കരയുന്ന ആ മാതാപിതാക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അവിടെ കൂടി നിന്നവർക്ക് അറിയുമായിരുന്നില്ല. രാവിലെ 9:30യോടുകൂടി 3 ആംബുലൻസുകൾ ആ വീട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി എത്തി. 3 പേർക്കും അന്തിമോപചാരം അർപ്പിക്കാനായി ആ നാട് മുഴുവൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. മൃതദേഹങ്ങൾ ആദ്യം അഞ്ജുവിന്റെ വീടായ പൂതാടിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. തുടർന്ന് അവിടെയുള്ള നാട്ടുകാരും അഞ്ജുവിന്റെ മാതാപിതാക്കളുമെല്ലാം ധനേഷിന്റെ വീട്ടിലേക്കെത്തി. സ്കൂളിന് അവധിയാണെങ്കിലും കുഞ്ഞു ഇഷാൻ പഠിച്ച സ്കൂളിലെ സഹപാഠികളും അധ്യാപകരുമെല്ലാം അവസാനമായി ഇഷാനെ ഒരു നോക്ക് കാണാനായി അഞ്ജുവിന്റെ വീട്ടിലേക്കെത്തിയിരുന്നു. മരണപ്പെട്ട ഇഷാൻ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. എറണാകുളത്ത് കേബിൾ ടെക്നീഷ്യൻ ജീവനക്കാരനായ ധനേഷ് ഓണാവധിക്കായാണ് നാട്ടിലേക്കെത്തുന്നത്. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടുകൂടി ഭാര്യയെയും മകനെയും കൂട്ടി ഗുണ്ടൽപേട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അവിടെയുള്ള പൂപ്പാടം കാടുന്നതിനു വേണ്ടി ഇരുചക്ര വാഹനത്തിലായാണ് 3 പേരും കൂടി യാത്ര തിരിച്ചത്. ഗുണ്ടൽപേട്ടിൽ പോയി പൂപ്പാടം കണ്ട് തിരികെ വരുന്നതിനിടയിലാണ് ആ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. തിരികെ വരുന്നതിനിടെ കരിങ്കല്ല് കയറ്റി വരികയായിരുന്ന ടോറസ് ലോറി ബൈക്കിന്റെ പിറകിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ധനേഷ് റോഡിലേക്ക് തെറിച്ചു വീണു. അഞ്ജുവും മകൻ ഇഷാൻ കൃഷ്ണയും ബൈക്കിനും ലോറിക്കും ഇടയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. ഇരുവരെയും വലിച്ചുകൊണ്ട് 200 മീറ്ററോളം ദൂരം മുന്നോട്ടു പോയ ശേഷമാണ് ലോറി നിന്നത്. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പിന്നീട് ഇയാളെ പിടികൂടി നാട്ടുകാർ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. സെക്കൻഡുകൾക്കുള്ളിലാണ് പ്രതീക്ഷിക്കാതെ പുറകിൽ നിന്നും വന്നെത്തിയ ആ ദുരന്തം 3 ജീവനുകൾ കവർന്നുകൊണ്ടുപോയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.